ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2024 പ്രകാരമുള്ള SCRT പാഠപുസ്തകം ക്ലാസ് 5 അഞ്ചാമത്തെ പാഠം വരയ്ക്കാം പഠിക്കാം എന്നാണ്. വരയ്ക്കാം വായിക്കാം എന്നാണ് ഈ പാഠഭാഗത്തിന്റെ പേര്. ഇത് ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ്. സോ ഇതിൽ ആദ്യമായിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട അവർ സ്കൂളിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്. അവിടെ സ്കൂളിലേക്ക് എത്താൻ വേണ്ടി ആളുകളെ സഹായിക്കുന്ന തരത്തിലുള്ള മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അവിടെ പല സൂചനകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാം. ഇനി കുട്ടികളെ ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കാനും കുട്ടികളോട് പറയുന്നുണ്ട്. ശേഷം ദിശയെക്കുറിച്ച് കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താം എന്ന്. ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിക്കുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായിട്ട് നാം കാണുന്നത്. ഒരു സ്ഥലത്തെ ദിശ നമ്മൾ കണ്ടെത്താൻ അവിടെ സൂര്യൻ ഉദിക്കുന്നത് ഏത് ഭാഗത്താണോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കിഴക്കായിട്ട് മനസ്സിലാക്കും. കിഴക്കിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പടിഞ്ഞാറായിരിക്കും അല്ലെ. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലെ. സൂര്യനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സൂര്യനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് അവന്റെ മുൻഭാഗത്തുള്ളതാണ് കിഴക്ക് എന്ന് പറയുന്നത് അല്ലെ. കിഴക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ദിശയിലേക്ക് നോക്കിയാണ് സജി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും അത് കിഴക്കാണ്. കിഴക്ക്. ഇനി അജി, സജി അല്ല അജി, പേര് ചെയ്താലും നമുക്ക് പ്രശ്നമല്ല. അജിയുടെ വലത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? വലത് കൈ എന്ന് പറയുമ്പോൾ ഈ കൈയാണ്. വലത് കൈ തെക്ക് ഭാഗത്തേക്കാണ്. ഞാൻ പൂർണ്ണമായിട്ട് എഴുതുന്നില്ല. തെക്ക്, തേ മാത്രമേ എഴുതുന്നു. വലത് കൈ തെക്കാണ്. ഇനി ഇടത് കൈ തെക്കിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? തെക്കിന്റെ ഓപ്പോസിറ്റ് വടക്ക് എന്നെല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇടത് കൈ വലതാണ്, വടക്കാണ്. ഇനി സജിയുടെ നിഴല് ഇവിടെ എതിർവശത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിനെ നമുക്ക് ഏതായിട്ട് പറയാൻ പറ്റും? പടിഞ്ഞാറായിട്ട് പറയാൻ പറ്റും. കാരണം ഇത് കിഴക്കാണല്ലോ. ഇത് കിഴക്കാണെങ്കിൽ ഇത് പടിഞ്ഞാറാണ്. ഇത് പടിഞ്ഞാറാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ദിശ കിഴക്കാണ്, അതിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറാണ്. അതിന്റെ വലത് ഭാഗം തെക്കും ഇടത് ഭാഗം വടക്കുമാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കാം. ഇനി സജി നേരെ ഓപ്പോസിറ്റിൽ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇത് കുട്ടികളെ ദിശ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഓൾറെഡി ദിശ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാനില്ല. അപ്പോൾ ചിത്രം ബിയിൽ സജി എങ്ങോട്ട് നോക്കുന്നു? ഇപ്പൊ നേരെ തിരിഞ്ഞാ നോക്കുന്നത് അല്ലേ. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് ഇത് കിഴക്കാണെങ്കിൽ സജി നോക്കുന്നത് പടിഞ്ഞാറ്. അപ്പൊ ഇത് പടിഞ്ഞാറാണ്. ഇത് പടിഞ്ഞാറ്. ദെൻ നേരെ ഓപ്പോസിറ്റ് ആവും. ഇവിടെ വലത് കൈ വടക്കാകുന്നു. കാരണം സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇടത് കൈ തെക്കാകുന്നു. ഇടത് കൈ തെക്കാകുന്നു. ഇനി അജിയുടെ നിഴൽ എവിടെ വീഴുന്നു എന്ന് ചോദിച്ചാല് നിഴൽ ഏത് ഭാഗത്തേക്കാണ് വീഴുന്നത്? കിഴക്ക് ഭാഗത്താണ് അല്ലെ. അല്ല, നിഴലും ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ്. കാരണം സൂര്യനെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പൊ നിഴല് നേരെ സജിയുടെ മുൻഭാഗത്ത് നിൽക്കുന്നു, അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇനി സജിയുടെ നേരെ എതിരെയുള്ള ദിശ ഏതാണെന്ന് ചോദിച്ചാലോ അത് കിഴക്കാണ്. ഓക്കെ, അപ്പൊ ദിശ മനസ്സിലായല്ലോ. സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്, അതിന് ഓപ്പോസിറ്റ് പടിഞ്ഞാറ്. അതിന്റെ വലത് ഭാഗം നമ്മൾ തെക്ക് എന്ന് പറയും. ഇടത് ഭാഗം വടക്ക്. ഓക്കെ അല്ലേ? ഇതാണ് കൃത്യമായിട്ടും ഒരു ദിശയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സൂര്യനെ അടിസ്ഥാനമാക്കി എങ്ങനെ ദിശ കണ്ടെത്താം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വടക്ക് നോക്കി യന്ത്രം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. അപ്പോൾ സൂര്യനെ നോക്കിക്കൊണ്ട് നമുക്ക് ദിശ കണ്ടെത്താം. അതോടൊപ്പം വടക്ക് നോക്കി യന്ത്രം എന്ന ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് ദിശ കണ്ടെത്താൻ കഴിയും.
സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഇതിന്റെ സയന്റിഫിക് വശങ്ങളെല്ലാം നമ്മൾ കാന്തത്തെക്കുറിച്ച്, ആകർഷണം, വികർഷണം ഒക്കെ പഠിക്കുന്ന സമയത്ത് സയൻസിൽ പറയും. അപ്പോൾ സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തസൂചി എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിലകൊള്ളുന്നത്. തെക്ക് വടക്ക് ദിശയിലാണ് നിലകൊള്ളുന്നത്. ഇത് കണ്ടില്ലേ, തെക്ക് വടക്കായിട്ടാണ് നിലകൊള്ളുന്നത്. സോ സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിന്റെ അഗ്രഭാഗത്ത് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വടക്ക് ഭാഗമാണ്. അപ്പൊ സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഇത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് വടക്കാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിഴക്കാണെന്ന് മനസ്സിലാകും. പിന്നീട് മറ്റു വശങ്ങളുള്ളത് അതിന്റെ കൃത്യമായിട്ട് ദിശ അറിയുന്ന ഒരാൾക്ക് ഇത് വെസ്റ്റ് ആണെന്നും ഇത് ഈസ്റ്റ് ആണെന്നും കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇന്ത്യയുടെ ഭൂപടത്തിലേക്ക് വരാം. ഭൂപടത്തില് സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ഇത് കണ്ടില്ലേ, ഇതാണ് ഭൂപടത്തില് ദിശ കാണിക്കുന്ന അടയാളം. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിന്റെ ചുവട് ഭാഗം തെക്കു ദിശയെയും, അപ്പൊ ഇവിടെ ചുവട് ഭാഗം തെക്കാണ്. ദെൻ വലത് ഭാഗം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലത് ഭാഗം പടിഞ്ഞാറും ഇടത് ഭാഗം കിഴക്കുമാണ്. അപ്പൊ ഇത് ഏറ്റവും മുകളിലുള്ളത് വടക്ക്, താഴെയുള്ളത് തെക്ക്, വലത് ഭാഗം അഥവാ ഇവിടെ പടിഞ്ഞാറും ദെൻ ഇടത് ഭാഗം കിഴക്കുമാണ്. മനസ്സിലായോ? ഇനി സാധാരണയായിട്ട് നമ്മൾ ദിശയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുള്ള മാപ്പിലെ ചിഹ്നങ്ങളാണ് ഈ 3 കണ്ടില്ലേ? ഇവിടെ 4 ഭാഗങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നോർത്ത് മാത്രം, സാധാരണ നോർത്ത് മാത്രമാണ് അധികവും അടയാളപ്പെടുത്തുക. അപ്പൊ ഇത് നോർത്ത് ആണെങ്കിൽ ഇവിടെ സൗത്ത് ആണ്, വലത് ഭാഗത്ത് ഈസ്റ്റും ഇടത് ഭാഗത്ത് വെസ്റ്റും ആണെന്ന് നമ്മൾ മനസ്സിലാക്കും കേട്ടോ. ഈസ്റ്റ് വലത് ഭാഗത്തും ഇടത് ഭാഗത്ത് വെസ്റ്റും എന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ അല്ലേ? ഇനി സ്കൂളിലെ സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞല്ലോ. സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പാഠഭാഗം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് ചില സൂചികകൾ കൊടുക്കും. വാതിലിന് ഡി എന്ന് കൊടുക്കുന്നു, മേശ ടേബിളിന്റെ ടി കൊടുക്കുന്നു, ജനാല വിൻഡോ, ഇങ്ങനെ ചില സൂചികകൾ കൊടുക്കാറുണ്ട്. ഇവിടെ കണ്ടില്ലേ, BB എന്ന് പറയുന്നത് ബ്ലാക്ക് ബോർഡാണ്. നമ്മൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുറച്ച് സൂചികകൾ നമ്മൾ ക്ലാസ് മുറിയിലെ സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നാം ഒരു പ്രദേശത്തിന്റെ സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് അവിടെ കുറച്ച് സൂചികകൾ കൊടുക്കാറുണ്ട്. ആ സൂചികയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അത് താഴ്ഭാഗത്തേക്ക് പറയും. ദെൻ ഇവിടെ താഴെ തന്നിരിക്കുന്ന ചിത്രത്തില് ഒരു ബോളാണ് അല്ലെ, ഒരു ബോളും ഒരു വീടിന്റെ ചിത്രമാണ്. അപ്പൊ പന്തില് ഒരു വീടിന്റെ ചിത്രം ഒട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ വീടിന്റെ സ്ഥാനം എവിടെ എന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് കണ്ടെത്താൻ കഴിയുക? മുകളിൽ, താഴെ, മധ്യഭാഗത്ത്, ഒരു വശത്ത്, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? അപ്പോൾ ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് മധ്യഭാഗത്താണോ എങ്ങനെയാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ നമ്മൾ സാങ്കല്പികമായിട്ടുള്ള കുറച്ച് വരകൾ വരയ്ക്കുന്നത്. നമ്മൾ ഗ്ലോബിലേക്കുള്ള സൂചനയാണ് തരുന്നത്. കണ്ടില്ലേ, കുറുകെയുള്ള രേഖകളും വരയ്ക്കും, നെടുകെയുള്ള രേഖകളും വരയ്ക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറുകയും നെടുകയും വരകൾ വരയ്ക്കുന്നത് ഒരു വൃത്താകൃതിയിലുള്ള സ്ഥാനനിർണയത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഒരു വീട് എവിടെയോ കണ്ടതുപോലല്ല, ഇവിടെ കൃത്യമായിട്ടും ചില വരകൾക്കുള്ളിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു രേഖകളുടെ പേര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ അളവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥാനത്തിന് കൃത്യമായിട്ടൊരു ലൊക്കേഷൻ മാർക്ക് കൊടുക്കാൻ കഴിയും. കണ്ടോ, ഇവിടെ EDCAB എന്നൊക്കെ പറഞ്ഞ് നമ്പേഴ്സും ആൽഫബറ്റും നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം CD56 എന്നൊക്കെ നമുക്ക് പേര് പറയാൻ കഴിയും അല്ലെ. CD56 എന്നൊക്കെ പേര് പറയാൻ കഴിയും. നമ്മളിത് പറഞ്ഞു പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് അധികം ഇറങ്ങാത്തത്. പക്ഷെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലോബിലേക്ക് വരുന്ന സമയത്ത്
ഗ്ലോബിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് മധ്യത്തിലായിട്ട് ഒരു രേഖ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ചുവന്ന നിറത്തില. ഇത് ഭൂമധ്യ രേഖയാണ്. തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വരയാണ് ഭൂമധ്യ രേഖ. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നു. അർദ്ധഗോളം എന്ന് പറയുമ്പോൾ ഗോളത്തിന്റെ പകുതി. തന്നിരിക്കുന്ന ചിത്രത്തില് എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അഥവാ ഉത്തരാർദ്ധഗോളം, മുകളിലുള്ളത് ഉത്തരാർദ്ധഗോളവും ബി എന്ന് പറയുന്നത് ഏറ്റവും അതിന്റെ നേരെ ഓപ്പോസിറ്റ് തെക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളം. അപ്പൊ മുകളിൽ ഉത്തരാർദ്ധഗോളം, താഴെ ദക്ഷിണാർദ്ധഗോളം. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും നിരീക്ഷിക്കൂ. ഇവയാണ് അക്ഷാംശ രേഖകൾ. അപ്പൊ ഇവിടെ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ കുറെ വരകൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നു. ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇനി ലംബമായിട്ട് വരച്ചിരിക്കുന്നത് രേഖാംശ രേഖകൾ. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വരച്ചിരിക്കുന്നത് അക്ഷാംശ രേഖയും അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്നത് രേഖാംശ രേഖകളുമാണ്. അപ്പൊ ഈ അക്ഷാംശ രേഖകൾ എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരച്ചിരിക്കുന്നത്, ലംബമായി വരച്ചിരിക്കുന്ന രേഖാംശ രേഖകൾ. ഇവ രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്ഥാനനിർണയങ്ങൾ നടത്തുക. ഇതെല്ലാം സാങ്കല്പികമായിട്ടുള്ള രേഖകളാണ്. അപ്പോൾ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് നമുക്കറിയാം. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും. അപ്പൊ ഭൂപടം എന്ന് പറയുന്നത് ഗോളാകൃതിയിലുള്ള ഗ്ലോബിലെ വിവരങ്ങൾ ഒരു പരന്ന പ്രതലത്തിലേക്ക്, ഇത് ഗ്ലോബാണ്, ഇത് വട്ടത്തിലുള്ളതാണ്, ഗോളാകൃതിയാണ്. ഇതൊരു പരന്ന പ്രതലത്തിലേക്ക് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിന് പറയുന്ന പേരാണ് ഭൂപടം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ദിശ നിർണ്ണയിക്കുന്നത് മനസ്സിലാക്കി, സൂചകങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി, ഭൂമധ്യരേഖ, അക്ഷാംശരേഖ, രേഖാംശരേഖ എന്നിവ മനസ്സിലാക്കി. ഇനി ഇവിടെ കേരളത്തിന്റെ ഭൂപടം കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, കേരളത്തിന്റെ ഭൂപടം കൊടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ ഭൂപടം ഇവിടെ ദിശ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേരളം രാഷ്ട്രീയ ഭൂപടം എന്ന് പറഞ്ഞ അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ പലതരത്തിലുള്ള കളേഴ്സ് കൊണ്ട് ഓരോ ജില്ലകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മീറ്റർ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, കിലോമീറ്റർ അളവ് മറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൂചകങ്ങൾ നോക്കൂ, സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നതാണ് ഈ വിട്ടുള്ള വര. ദെൻ യോജിപ്പിച്ചുകൊണ്ടുള്ള വര ജില്ലാതിർത്തിയെ സൂചിപ്പിക്കുന്നു. സ്റ്റാർ തലസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. കണ്ടില്ലേ, എല്ലായിടത്തും ഒരു സ്റ്റാർ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. തലസ്ഥാനം, എല്ലായിടത്തും അല്ല, തലസ്ഥാനം, തിരുവനന്തപുരമാണ് തലസ്ഥാനം അല്ലെ. ദെൻ ജില്ലാ ആസ്ഥാനങ്ങൾക്ക് ഡോട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് ഈ പച്ച ഡോട്ട്. മനസ്സിലായോ? ഇനി തന്നിരിക്കുന്ന ഭൂപടത്തിൽ ABC എന്നിങ്ങനെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടത്, അത് തലക്കെട്ടാണ്. അത് രാഷ്ട്രീയ ഭൂപടം കേരളം എന്ന് കൊടുത്തിരിക്കുന്നത് തലക്കെട്ടാണ്. ദെൻ അവിടെ ദിശാസൂചിക, അതെല്ലാം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ദിശയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള സിമ്പൽ ഇതാണ്. ഇനി സൂചികകൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചതുകൊണ്ടാണ് വീണ്ടും മാപ്പിലേക്ക് മടങ്ങാത്തത് അല്ലെ. സംസ്ഥാന അതിർത്തിക്ക് വിട്ടുള്ള വരയും ജില്ലാ അതിർത്തിക്ക് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള വരയും തലസ്ഥാനത്തിന് നക്ഷത്രവും ജില്ലാ ആസ്ഥാനത്തിന് ഒരു ഡോട്ടുമാണ് അടയാളമായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സിമ്പിൾസ്: സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി, നദിയുടെ സിമ്പിൾ കണ്ടില്ലേ, നദി ഒഴുകുന്നത് പോലുള്ള ഒരു സിമ്പിള്, ദേശീയപാതകൾ, ചുവന്ന നിറത്തിലുള്ള 2 വരകൾ അല്ലെ. ദെൻ റെയിൽ പാതകൾ, റെയിൽവേ ക്രോസ് മാതൃകയിൽ ആ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. തലസ്ഥാനം നക്ഷത്രം, ജില്ലാ ആസ്ഥാനം ഡോട്ട്, തുറമുഖത്തിന് ഒരു ചെറിയ ബോട്ടിന്റെ സിമ്പല്, വിമാനത്താവളത്തിന് ആ ഒരു ദീർഘഗോളത്തിന് നടുവിലായിട്ട് ഒരു വിമാനത്തിന്റെ സിമ്പല്. ദെൻ സംസ്ഥാന പാതകൾക്ക് ചുവന്ന നിറത്തിലുള്ള ഒരു വര, ഒരു രേഖ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൂചകങ്ങൾ. സോ നമ്മുടെ മാപ്പിൽ നോക്കിയിട്ട് അതൊക്കെ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കുട്ടികളോട് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട 4 നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലെ. റോഡാണെങ്കിൽ എങ്ങനെയാ വരുന്നത്?
അത് ചുവന്ന നിറത്തിലുള്ള 1-2 വരകളായിരിക്കും റോഡാണെങ്കിൽ വരിക അല്ലെ. റെയിൽ പാതകളാണെങ്കിലോ അത് കറുത്ത നിറമായിരിക്കും കേട്ടോ, ബ്ലാക്ക് കളറിൽ തന്നെ. അങ്ങനെ റെയിൽവേ ക്രോസ് പോലുള്ള വരകളാണ് റെയിൽ പാതകളെ സൂചിപ്പിക്കുന്നത്. ദെൻ നദിയാണെങ്കിലോ നദി ഒഴുകുന്ന മാതൃകയിലുള്ള വരയാണ്. ദെൻ തുറമുഖമാണെങ്കിൽ ആ ഒരു കപ്പലിന്റെ സിമ്പലാണ് വന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ നേരത്തെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, കപ്പലിന്റെ സിമ്പലാണ് വരുന്നത്. ഓക്കെ അല്ലേ. ദെൻ കാർട്ടോഗ്രഫി. എന്താണ് കാർട്ടോഗ്രഫി? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര രേഖയാണ്. രേഖയല്ല, ശാഖ കേട്ടോ, ശാസ്ത്ര ശാഖയാണ് ഭൂപട ശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപട ശാസ്ത്രത്തിന്റെ മലയാളമാണ് കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ നമ്മൾ എന്ത് പറയുന്നു? കാർട്ടോഗ്രാഫർ. അപ്പൊ ആ ശാസ്ത്രത്തെ കാർട്ടോഗ്രഫി എന്നും തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നും പറയുന്നു, കാർട്ടോഗ്രാഫർ എന്നും പറയുന്നു. ഇനി നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെടുത്തപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആധികാരികമായിട്ട് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും അവകാശമുള്ള ഏജൻസി സർവേ ഓഫ് ഇന്ത്യ ആണ്. എവിടെയാണ് അതിന്റെ ആസ്ഥാനം? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് അതിന്റെ ആസ്ഥാനം. പഠിച്ചു വെക്കുക, സർവേ ഓഫ് ഇന്ത്യ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ആസ്ഥാനം വരുന്നത്. ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ടും പഠിച്ചു വെക്കാൻ നമുക്ക് അറിയുന്നതാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരമാണ്. എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അല്ലെ, തെക്കേ അറ്റത്ത് തിരുവനന്തപുരമാണ്. ഇനി വടക്കേ അറ്റത്ത് കാസർഗോഡാണ് വരുന്നത്. വടക്കേ അറ്റത്ത് കാസർഗോഡാണ്. ദെൻ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാടാണ് കേട്ടോ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറ്. ഇനി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ അതെന്തായാലും വടക്ക് നിന്ന് തെക്കായിരിക്കും അല്ലെ. വടക്ക് നിന്ന് തെക്ക്. ഇനി കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒന്ന് തമിഴ്നാട്, മറ്റൊന്ന് കർണാടക. ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫോമിൽ എഴുതി കൊടുത്തിട്ടുണ്ടോ, നിങ്ങളത് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ജില്ലകൾ കണ്ടെത്താം എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. ജില്ലയുടെ തിരിച്ചറിയൽ കാർഡ്. എന്താണ് ജില്ലയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത്? ഓരോ ജില്ലയുടെയും തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ആ ഒരു ജില്ലയുടെ ആകൃതി രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ വെട്ടിയെടുത്ത് കുട്ടികൾക്ക് ഓരോ ജില്ലയും കണ്ടെത്താനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഭൂപട വായനയുടെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ. അടിസ്ഥാനമായിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കി. ഇനി ഇന്ത്യയുടെ ഭൂപടം, കേരളത്തിന്റെ ഭൂപടമാണ് നമ്മൾ കണ്ടത്. ഇനി ഇന്ത്യയുടെ ഭൂപടത്തിലേക്ക് വരാം. കണ്ടില്ലേ, ഇതാണ് ഇന്ത്യയുടെ ഭൂപടം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഹെഡിങ് വന്നിട്ടുണ്ട്, സൂചകങ്ങൾ വന്നിട്ടുണ്ട്, ദിശ വന്നിട്ടുണ്ട്. സൂചകങ്ങൾ, രാജ്യ തലസ്ഥാനത്തിന്റെ ചിഹ്നം ഇതാണ്, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ തലസ്ഥാനത്തിന്റെ ചിഹ്നം, അന്താരാഷ്ട്ര അതിർത്തി, സംസ്ഥാന അതിർത്തി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം അല്ലെ. അപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉണ്ട് എന്നറിയുമോ? ഇന്ത്യയിലോ നിലവിലോ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് കേട്ടോ. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ആ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. 8 കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ അതിന്റെ പേര് മാത്രം ഞാൻ ഒന്ന് വായിക്കാം. ഒന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ്, ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമാണ്.
ദാദ്ര നഗർ ഹവേലി ദാമൻ ദ്വീപ്. അത് ഒരുമിച്ചാണ് നമ്മൾ പറയുക കേട്ടോ. ദാദ്ര നഗർ ഹവേലി ദാമൻ ദ്വീപ്. ദെൻ ലക്ഷദ്വീപ്, ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ നിലവിലെ കേന്ദ്രഭരണ പ്രദേശമാണ്. പിന്നെ ലഡാക്ക്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ചില സൂചനകൾ തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അയൽ രാജ്യങ്ങൾ മുതലായവ രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിച്ച് ഇത് കണ്ടെത്താനാണ്. നമുക്ക് നിലവിൽ ഭൂപടത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ അറിയുന്ന വസ്തുതകളാണ്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടല് ബംഗാൾ ഉൾക്കടലാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഈ വശത്ത് വരും അല്ലേ. ഇനി പടിഞ്ഞാറ് അറബിക്കടലാണ്. അത് നമുക്ക് എല്ലാം അറിയുന്ന സാധനമാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ദെൻ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ലഡാക്കാണ് കേട്ടോ. ലഡാക്കാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം. ഇനി അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? ഈ ഭാഗത്തല്ല. ഈ ഭാഗത്ത് നമ്മൾ എന്ത് പറയും? കിഴക്ക് ഭാഗം. കിഴക്ക് ഭാഗത്താണ് അരുണാചൽ പ്രദേശ്. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം. അപ്പൊ ഏറ്റവും താഴെ ശ്രീലങ്കയല്ലേ വരുന്നത്? ശ്രീലങ്കയാണ് തെക്ക് ഭാഗത്തുള്ളത്. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം. അപ്പൊ താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് വരുന്നത് അല്ലെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഇനി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ്. ഓക്കെ അല്ലേ? അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറിപ്പുകളും മറ്റും തയ്യാറാക്കാൻ വേണ്ടി കുട്ടികളോട് ഏൽപ്പിച്ചിടൂ. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉത്തർപ്രദേശിനെ കുറിച്ച് ചെറിയൊരു വിവരണം പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കൂ. എന്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. ഇപ്പൊ ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഉത്തർപ്രദേശ് വരുന്നത് അല്ലെ. ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഉത്തർപ്രദേശ് വരുന്നത് അല്ലെ. എന്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അത് നേപ്പാൾ. കൂടാതെ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നു. അപ്പൊ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം. അപ്പൊ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നൃത്തകലയാണ് കഥക്. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തകലയാണ് കഥക്. ദെൻ പ്രധാനപ്പെട്ട നഗരങ്ങൾ കാൺപൂർ, ലക്നൗ, വാരണസി, ആഗ്ര, അലഹബാദ് മുതലായവയാണ്. ദെൻ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ് അശോക സ്തംഭത്തിലെ ശ്രദ്ധേയമായ സാരാനാഥ് എന്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. അപ്പൊ അശോക സ്തംഭത്തിലെ ആ സാരാനാഥ് എവിടെയാണുള്ളത്? ഉത്തർപ്രദേശിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വീണ്ടും കേരളത്തിലേക്ക് വരാം. പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് നമുക്ക് വായിക്കാം. ഇന്ത്യയിൽ അദ്ദേഹം വന്നത് കേരളത്തിലാണ്. അതാണ് ഞാൻ കേരളത്തിലേക്ക് വരാം എന്ന് പറഞ്ഞത്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. അവിടത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20, ഈ വർഷവും ഡേറ്റും കൃത്യമായിട്ട് പഠിക്കുക. 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത്, അഥവാ അറബിക്കടലാണ് പടിഞ്ഞാറാവുമ്പോൾ അല്ലെ, കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോ ഡ ഗാമയും സംഘവും സാഹസികമായ ഈ യാത്ര നടത്തി ചരിത്രത്തിൽ ഇടം നേടി. സോ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ, അറിയുന്ന കാര്യമാണ്. ഇനി വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച സമുദ്രപാതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അദ്ദേഹം ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച് ആഫ്രിക്ക വഴി ഇങ്ങനെ കറങ്ങി ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എത്തി ഇവിടെ കാപ്പാട് വന്ന് എത്തിച്ചേർന്നു. സോ വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്നും സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് എത്തി അല്ലേ.
അപ്പൊ ഇന്ത്യയിലേക്ക് എത്തിയ സമയത്ത് ഏതൊക്കെ സമുദ്രങ്ങൾ താണ്ടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു അറ്റ്ലാന്റിക് സമുദ്രമുണ്ട് അല്ലെ, അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്. ഇവിടെ ഒരു അന്റാർട്ടിക്ക ഉണ്ട് അല്ലെ, അന്റാർട്ടിക് സമുദ്രം. ദെൻ ആർട്ടിക് സമുദ്രമുണ്ട് അല്ലെ, ആർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഈ 3 സമുദ്രങ്ങൾ വഴിയാണ്, അന്റാർട്ടിക് സമുദ്രമാണെങ്കിലും അതിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ അന്റാർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ഇത് 3ഉം താണ്ടിയാണ് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എത്തുന്നത്. ദെൻ ഇത് കൂടാതെ ലോകത്തുള്ള മറ്റു സമുദ്രങ്ങളാണ് പസഫിക് സമുദ്രം, വേറെ ഏതുണ്ട്, ആർട്ടിക് സമുദ്രം, നമുക്ക് പറയുന്ന സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും പറഞ്ഞാൽ മതി കേട്ടോ. വാസ്കോഡ് ഗാമ സഞ്ചരിച്ച് എത്തുന്നത് അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവുമാണ് അല്ലെ. അതല്ലാത്ത മറ്റ് സമുദ്രങ്ങളാണ് അന്റാർട്ടിക്, ആർട്ടിക്, പസഫിക് സമുദ്രങ്ങൾ കേട്ടോ. അദ്ദേഹം സഞ്ചരിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്കാണ് കേട്ടോ. ഈ സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണോ കിടക്കുന്നത്? അതെ, ചേർന്നാ കിടക്കുന്നത്. ഇടയ്ക്ക് കുറെ കരഭാഗങ്ങൾ ഉണ്ട് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ഗ്ലോബ് നിരീക്ഷിച്ച് സമുദ്രത്തിൽ ഏറ്റവും വലുത് ഏറ്റവും ചെറുതൊക്കെ കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഇനി ലോകഭൂപടം നോക്കുന്ന സമയത്ത് സമുദ്രങ്ങളോടൊപ്പം വിശാലമായിട്ടുള്ള കരഭാഗങ്ങൾ കൂടി കാണുന്നില്ലേ? ഇവിടെ എല്ലാം പല നിറത്തിലുള്ള കരഭാഗങ്ങൾ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഭൂഖണ്ഡങ്ങൾ. അപ്പൊ ഭൂപടം, ഗ്ലോബ് എന്നിവ നിരീക്ഷിച്ച് ഭൂഖണ്ഡങ്ങൾ എന്തെല്ലാമാണ് എന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട 7 ഭൂഖണ്ഡങ്ങൾ നിങ്ങൾക്ക് അറിയും അല്ലെ. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇനി ഇന്ത്യ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഏഷ്യയിലാണ്, അറിയാമല്ലോ, അതെല്ലാം അറിയുമല്ലോ. ദെൻ ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ മിക്ക ഭൂഖണ്ഡങ്ങൾക്ക് ചുറ്റും സമുദ്രങ്ങളുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടത് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നിവയാണ് കേട്ടോ. അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക. ഓക്കെ അല്ലേ? ദെൻ ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ പൂർണ്ണമായിട്ടും സമുദ്രത്തിന്റെ നടുവിൽ വരുന്നത്, മറ്റെല്ലാം ചെറിയൊരു ഭാഗമെങ്കിലും അവിടെ എന്തുണ്ടാവും, ഒരു ജോയിന്റ് ഉണ്ടാവും. കണ്ടില്ലേ, ഇവിടെ ചെറിയ ജോയിന്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഓസ്ട്രേലിയയാണ്. കണ്ടില്ലേ, ഇവിടെ ചുറ്റുഭാഗത്ത് മുഴുവനും സമുദ്രങ്ങൾ തന്നെയാണ്. ദെൻ മറ്റൊന്ന് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. ബാക്കിയുള്ളതിലെല്ലാം മറ്റ് ഭൂഖണ്ഡങ്ങളുമായിട്ട് കണക്ഷൻസ് കാണും. കണ്ടില്ലേ, ഇവിടെ എല്ലാം വേറെ മറ്റ് ഭൂഖണ്ഡങ്ങളുമായിട്ട് ചെറിയ തോതിലെങ്കിലും കണക്ഷൻസ് ഉണ്ടാകും. പൂർണ്ണമായും എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്നത് അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക കേട്ടോ. വടക്കേ അമേരിക്കയും ഇവിടെ ചെറിയൊരു കണക്ഷനേ ഉള്ളൂ. വടക്കേ അമേരിക്കയും പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് കേട്ടോ. അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. വടക്കേ അമേരിക്ക ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ വടക്കേ അമേരിക്ക നമുക്ക് കൂട്ടത്തിൽ പെടുത്തണ്ട. അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും കേട്ടോ. ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ചില സവിശേഷതകൾ തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ. ഒന്ന് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്ത് പറയുമ്പോൾ ഈ ഭാഗത്ത് മാപ്പിൽ ഓർമ്മയുണ്ടല്ലോ. വടക്ക് ഭാഗം എന്ന് പറയുമ്പോൾ വടക്കല്ല, പടിഞ്ഞാറ് ഭാഗം ഏതെന്ന് ചോദിക്കുമ്പോൾ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും കേട്ടോ. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ്. ഇനി ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സമുദ്രത്തിന്
കിഴക്ക് ഭാഗത്ത് കാണുന്നത് ഓസ്ട്രേലിയയാണ്. ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും മാപ്പിൽ, ഓസ്ട്രേലിയയാണ്. ഇനി ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏഷ്യ. ഏറ്റവും വിസ്തൃതി കൂടിയത് ഏഷ്യയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്നത് ആഫ്രിക്കയാണ് അല്ലെ. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. മാപ്പിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ, അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നത്, പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ്, പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ടല്ലേ, ഇത് പടിഞ്ഞാറ് ഭാഗം. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വന്നിട്ടുള്ളത്. ഇനി ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത്, കിഴക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് അല്ലെ, ഈ ഭാഗത്ത് വരുന്നത് ഓസ്ട്രേലിയയാണ്. ഇത് ഇന്ത്യൻ സമുദ്രമാണെങ്കിൽ അതിന്റെ കിഴക്ക് ഭാഗം ഇതാണ്, കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയത് ഈ കാണുന്ന നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡമാണ്. ഇനി അറ്റ്ലാന്റിക് സമുദ്രം ദാ കിടക്കുന്നു, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം ദാ കിടക്കുന്നു. അപ്പൊ ഇതിന് ഇടയിലായിട്ട് കറക്റ്റ് വരുന്നത്, ഇതിനിടയിൽ കാണുന്നത് ആഫ്രിക്കയാണ് കേട്ടോ, അതിനിടയിൽ കാണുന്നത് ആഫ്രിക്കയാണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആയല്ലോ? ദെൻ ഓരോ ഭൂഖണ്ഡങ്ങളെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം കേട്ടോ. ഭൂഖണ്ഡങ്ങളുടെ ആകൃതിയും മറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടായിരിക്കുക. അതൊക്കെ എവിടെ ആയിട്ട് വരുന്നു ആ പൊസിഷനും മനസ്സിൽ ഉണ്ടായിരിക്കുക. കണ്ടില്ലേ, ഇതാണ് തെക്കേ അമേരിക്ക, ഇത് തെക്കേ അമേരിക്കയാണ്, തെക്കേ അമേരിക്ക. ഈ കാണുന്നത് വടക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക. ഇത് നമ്മുടെ ഏഷ്യ, ഇന്ത്യ ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഏഷ്യ ആണെന്ന് മനസ്സിലാവും. ദെൻ ഇത് ആഫ്രിക്ക, ഇത് ആഫ്രിക്ക. ദെൻ ഇത് ഓസ്ട്രേലിയ, ഇത് യൂറോപ്പ്, ഇത് അന്റാർട്ടിക്ക. ഓക്കെ അല്ലോ, നമ്മളെ പറയാം. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അന്റാർട്ടിക്ക. ഇത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നല്ലതാണ്. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന സമയത്ത് എങ്ങനെ വരും, വടക്ക് ഭാഗത്തേത് തെക്ക് ഭാഗത്തേത്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫാക്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നു. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ വളരെയധികം യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഭൂപട വായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ SCRTയിലെ ഒരു പാഠഭാഗം കൂടി കവർ ചെയ്തിട്ടുണ്ട്. പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അതിലുപരി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിജയാശംസകൾ. നന്ദി.